നാഷണൽ ഡെയിലി ഇൻ മലയാളം സിൻസ് 1975. ജന്മഭൂമി തന്നെ തുടങ്ങാം. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു കാന്തപുരം ഉസ്താദിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല അല്ലേ? ഉസ്താദ് അവിടെ എത്തുകയും പ്രധാനമന്ത്രി കൈപിടിച്ച് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നതൊക്കെ വളരെ വൈറലായിട്ടുണ്ട്. ആ ഫോട്ടോകളൊക്കെ ജന്മഭൂമി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ബോക്സ് ന്യൂസായിട്ട് തന്നെ അത് നൽകിയിട്ടുണ്ട്. മോദി ഭരണത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് കാന്തപുരം. ഭാരതത്തിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്ന CNN ന്യൂസ് 18 അദ്ദേഹം അഭിമുഖം കൊടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കൂടിക്കാഴ്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടി പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്തായാലും വളരെയധികം പ്രാധാന്യത്തോടു കൂടി ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജന്മഭൂമി ഇന്ന് പ്രിയപ്പെട്ട വായനക്കാരിൽ എത്തിച്ചത്, പോറ്റിയും കൂട്ടരും നിരത്തിയത് കള്ളക്കണക്ക്, നടന്നത് വൻ കൊള്ള, കട്ടത് 1.7 കിലോ സ്വർണം. ഇതിൽ ഏറ്റവും കൂടുതൽ ശബരിമല സംഘടിത കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ ജനത്തിനോടൊപ്പം തന്നെ നൽകുന്നൊരു മാധ്യമമാണ് ജന്മഭൂമി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പ്രദീപ്, വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത അവർ നൽകിയത്, ഒരു നാടകം ഉണ്ടായിരുന്നു ഗോവിന്ദ മാഷിൻ്റെ, ഒരു മൊയ്തി എന്നുള്ള ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവരുത്തി ക്ഷേമ പെൻഷൻ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്ത. എന്തായാലും അദ്ദേഹം കാശ് കൊടുക്കുന്നു എന്നുള്ളത് എണ്ണി നോക്കുന്നു. അതെ, എന്തായാലും ആ പാവത്തിനെ പറ്റിച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് പറയുന്നുണ്ട്. 2000 രൂപ നൽകിയതും ഒക്കെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മനസ്സറിഞ്ഞ് പറഞ്ഞതല്ല. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബും മറ്റ് നേതാക്കളും പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് ഇയാളുടെ മേലേക്കുളങ്ങര മൊയ്തി അദ്ദേഹം പറഞ്ഞത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ. എന്തായാലും വെട്ടിലായിരിക്കുകയാണ് CPM നേതൃത്വം ഈ വിഷയത്തിലെന്നാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു 8 ലൈൻ വാർത്തയായിട്ട് നല്ല രീതിയിൽ തന്നെ ജന്മഭൂമി, അത് സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കൽ ഒരു അഡ്വാൻറ്റേജ് ന്യൂസ് കൂടിയാണ് ജന്മഭൂമിയെ സംബന്ധിച്ചിടത്തോളം, അത് നൽകിയിട്ടുണ്ട്. പിന്നെ വീണ്ടും അയ്യപ്പ സംഗമത്തിലെത്തിച്ച 19,200 പാക്കറ്റ് പ്രസാദം അടിച്ചു മാറ്റിയ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാട്ടുകൊള്ളയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഉൾപേജുകളിലാണ്. അതിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ വലിയ രീതിയിൽ തന്നെ ചില മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കണം, ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിർബന്ധമാണ്, ഭക്ഷ്യ സംരംഭകർക്കും പാചക തൊഴിലാളികൾക്കും ബോധവൽക്കരണ ക്ലാസ് നൽകും, ഭക്തർക്കും മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം അതെന്തായാലും അത് വളരെ ഒരു ഇനീഷ്യേറ്റീവായി മനസ്സിലാക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് BJPയുടെ ഭരണസമിതിയുള്ള കോർപ്പറേഷൻ ഭരണത്തിലേറി ആദ്യമായി നടക്കുന്ന പൊങ്കാലയാണ്. അപ്പം VV രാജേഷ് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, വ്യാപാര കരാറുകൾ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നൊരു കാര്യമാണ്. ഒപ്പം ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഭാരതത്തിലെത്തിയിട്ടുണ്ട്. മുംബൈയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. 114 റാഫേൽ വിമാനങ്ങൾ ഏകദേശം വാങ്ങാൻ പോവുകയാണ്. റെക്കോർഡ് പർച്ചേസ് 3.2 ലക്ഷം കോടിയുടെ ഒരു ഗംഭീരമായ ഒരു ഡീൽ നടക്കാൻ പോവുകയാണ്. എന്തായാലും ഭാരതീയർക്ക് അഭിമാനം, ആത്മവിശ്വാസം, മറ്റു ചിലർക്ക് മുട്ടടിയും. ഇത്രയുമാണ് നാഷണൽ ഡെയിലി ജന്മഭൂമി ഇന്ന് വായനക്കാരിൽ എത്തിച്ച പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ അടുത്ത് നമുക്ക് മലയാള മനോരമയിലെ പ്രധാന വാർത്തകൾ ഒന്ന് നോക്കി പോകാം. മനോരമയുടെ പ്രധാന വാർത്ത, ഇതുവരെ എതിർത്തു ഇനി. നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്, പക്ഷേ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ ഇതുവരെ എതിർത്തു ഇനി. കോടതിയിൽ നിലപാട് ഉറപ്പിച്ച് പറയാതെ സംസ്ഥാന സർക്കാർ. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ച് കേന്ദ്രം. അതിന് പുറമെ പിന്നെ വളരെ കൃത്യമായിട്ട് P രാജീവിൻ്റെത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിലപാട് ഉചിത സമയത്ത്. ശ്രദ്ധേയം, അതിനൊപ്പമുള്ള ഒരു കാർട്ടൂണാണ് നിലപാട. പിണറായി വിജയന്റെ പാടാ മനോരമ തലക്കെട്ട് ഭയങ്കര. പിന്നെ ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഹർജികളെ പിന്തുണയ്ക്കുകയാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറയുന്നു. അതായത് പുനഃപരിശോധന ഹർജികളെ. അതേസമയം മതങ്ങളും സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളാവും 9 അംഗ ബെഞ്ച് മുൻപാകെ ഉണ്ടാവുകയെന്നും നിലപാട് ഉചിത സമയത്ത് എന്നുള്ള P രാജീവിൻ്റെ സംഗതിയും. അതിൽ ഏറ്റവും പ്രധാനം യെസ് ഓർ നോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ സുപ്രീം കോടതിനെ എന്ത് പറയുന്നുള്ളത്, ഈ P രാജീവൊക്കെ കൂടിയാണ് പിന്നെ നിലപാട് അറിയിക്കുകയെങ്കിൽ. അതുപോലെ അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്തയുണ്ട്, ചെലവ് ബോർഡ് അനുവദിച്ചതിനേക്കാൾ 50% കൂടുതൽ എന്നുള്ളതാണ്. ഇതിന് പുറമെ അകത്തെ പേജുകളിലെ ചില വാർത്തകളിലേക്ക് കൂടി പോകണം മനോരമയിലേക്ക്. പ്രത്യേകിച്ച് ജന്മഭൂമിയും ഒരുപക്ഷെ ജനവും റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെയാണ് എങ്കിൽ പോലും ശ്രദ്ധേയം ആയിട്ടുള്ളത്.
യുവതി പ്രവേശ വിഷയത്തിൽ CPM വിഷമവൃത്തത്തിൽ എന്നുള്ളൊരു അനാലിറ്റിക്കൽ പീസ് ഉണ്ട്. ശ്യാമേ ജോജി സൈമൺ എഴുതിയതാണ്. പറയാതിനി വയ്യ പറയാനും വയ്യ എന്നാണ് തലക്കെട്ട്. യുവതി പ്രവേശം CPM വിഷമവൃത്തത്തിൽ എന്നുള്ളതാണ് വാർത്ത. പറയാതിനി വയ്യ പറയാനും വയ്യ. നിലപാട് എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഉടൻ യെസ് ഓർ നോ പറയേണ്ടതില്ലല്ലോ എന്ന തന്ത്രപരമായ സമീപനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെങ്കിലും കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ട സമയം ആശങ്കയുണ്ടാക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. ഒപ്പം തന്നെ ഇതിൽ ഇൻഫോ ബോക്സായി ജസ്റ്റിസ് ജി സുകുമാരൻ നായരുടെയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെയും നിലപാടുകൾ വളരെ കൃത്യമായി ചിത്രം സഹിതം നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡും സർക്കാരും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് സുകുമാരൻ നായർ പറയുന്നു. ശബരിമല യുവതി പ്രവേശനത്തിൽ ജനവികാരം കണക്കിലെടുത്ത് സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും പറയുന്നുണ്ട്. ഒപ്പം ജന്മഭൂമി റിപ്പോർട്ടിന്റെ ഏറെക്കുറെ അതേ വാർത്ത ഇവിടെയും ഉണ്ട്. എടുത്തത് 4100 ടിൻ അരവണ, കൊടുത്തത് 900 ടിൻ. ആഗോള അയ്യപ്പ സംഗമം, അരവണ, ഉണ്ണിയപ്പം എന്നിവയിലും വെട്ടിപ്പ് നടന്ന വിജിലൻസിന്റെ ശ്യാമി ഇത് കക്കാത്തതായിട്ടൊന്നുമില്ലേ? അപ്പം കക്കും, നെയ്യ് കക്കും, അരവണ കക്കും, സ്വർണം കക്കും, പ്രസാദം കക്കും, പൈസ കണ്ടാൽ അതും കക്കും, ഭണ്ഡാരത്തിൽ കൈയിട്ട് വാരും അയ്യപ്പസ്വാമി. എന്തായാലും അത് വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ കരാർ സർവ്വ നിയമങ്ങളിൽ ലംഘിച്ച് എന്നാണ് നിയമലംഘന സംഗമം എന്നും മനോരമ തലക്കെട്ടിൽ എനിക്ക് പറയുന്നു. തോന്നുന്നു ഇതില് ഇന്നലെ കോടതി സമക്ഷം എന്നൊരു ഹെഡിങ്ങിലാണ് മാതൃഭൂമി ഈ വിഷയം അവതരിപ്പിച്ചത്. ഇതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു പോയിന്റ്, ഈ വിഷയത്തിൽ എപ്പോഴും പറയുന്നത് ഇതൊരു സ്ത്രീ വിരുദ്ധത ശബരിമലയിൽ ഇല്ല. അത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ അഭിനവ ബുദ്ധിജീവികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് വളരെ മനോഹരമായിട്ട് ഒരു മാളികപ്പുറത്തിന്റെ ഒരു അമ്മയുടെ ഫോട്ടോ, വളരെ ഭക്തിസാന്ദ്രമായി തൊഴുകൈകളോടെ നിൽക്കുന്ന ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. ഇത് സ്ത്രീ വിരുദ്ധമായ നിലപാടല്ല, പകരം ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് എന്നത് ഈ ഒരു ഫോട്ടോയിലൂടെ കൺവേ ചെയ്യാൻ മാതൃഭൂമി വലിയ സന്തോഷമുണ്ട്. മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് AI ഉച്ചകോടിയാണ്. AI ലോകത്തേക്ക് സ്വാഗതം എന്ന് മാതൃഭൂമി അത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് കാന്തപുരത്തിൻ്റെ വളരെ കൃത്യമായി തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പ്രധാനമന്ത്രി ഇങ്ങനെ നടക്കുന്ന വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ. അത് ഇന്നലെ ഭയങ്കര വൈറലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. അത് വളരെ നല്ല രീതിയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒപ്പം ഈ കങ്കാരുപ്പട, ഞാനത് സ്പോർട്സ് പേജിൽ അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ മൈറ്റി ഓസീസിന്റെ അഭിനയം എന്നൊരു സോഷ്യൽ മീഡിയ ഒരു ട്രോളുണ്ട്. അവരാദ്യം ഗ്രൂപ്പ് മത്സരത്തിലൊക്കെ ഭയങ്കര അഭിനയമായിരുന്നു, ഞങ്ങൾ പാവങ്ങളാണ്, പക്ഷെ എങ്ങനെങ്കിലുമൊക്കെ സൂപ്പർ 8 കയറി പിന്നെ അവരങ്ങ് ഉഷാറാവും. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് അഭിനയം ഇതുവരെ മതിയായില്ലേ, എന്തായാലും ഇനി തിരിച്ച് ഓസ്ട്രേലിയക്ക് പോയി ബാക്കി അഭിനയിക്കുക. ഇന്നലെ ശ്രീലങ്കയോട് കൂടി തോറ്റതോടുകൂടി അയ്യോ ഗംഭീര കളിയായിരുന്നു. എന്തായാലും അത് വളരെ മനോഹരമായി തന്നെ എഴുതിയിട്ടുണ്ട്. ലങ്കൻ വീര്യം എന്നൊരു തലക്കെട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. ഓസ്ട്രേലിയയെ 8 വിക്കറ്റ് തോൽപ്പിച്ച് സൂപ്പർ 8-ൽ കടന്നിരിക്കുകയാണ്. ഈ ലോകകപ്പിലെ ആദ്യ സെഞ്ചുറി 10 നിസാങ്ക, നല്ല പേരാണ് നിസാങ്കയ്ക്ക്, 10 നിസാങ്ക അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം നേടിയിരിക്കുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നല്ല രീതിയിൽ തന്നെ മാതൃഭൂമി ഓർമ്മപ്പെടുത്തൽ വരുന്നു. എന്തായാലും കേരളമുദിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ടോപ്പിൽ സൂപ്പർ ലീഡായി കൊടുത്തിരിക്കുന്ന അവയവമാറ്റ കേന്ദ്രത്തിന് ആലിനിൻ്റെ പേര്. അത് ആ മുഖം കാണുമ്പോൾ സഹിക്കുന്നില്ല ശ്യാം, ചങ്ക് തകർന്നു പോവുകയാണ്. എന്തായാലും ഈ സ്വയം യാത്രയായെങ്കിലും ഒട്ടനവധി കുട്ടികൾക്ക് പുതിയ ജീവിതം നൽകിക്കൊണ്ടുപോയ ആലിൻ്റെ പേരാണ് ഇനി അവയവമാറ്റ കേന്ദ്രത്തിന് നൽകുക എന്നുള്ള വാർത്തയാണ്. അതിന് താഴെ യുവതീ പ്രവേശന നിലപാടിൽ മാറ്റം, കൃത്യമായ വാർത്തയുണ്ട്. അതിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ വോട്ടും കോർട്ടും പിടിമുറുക്കി, വോട്ടും കോർട്ടും പെട്ടു. അത് നല്ല തലക്കെട്ട്. സുപ്രീം കോടതിയിൽ ശബരിമല യുവതി പ്രവേശന കേസും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നതോടെ വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിലേക്ക് LDF സർക്കാർ എന്ന് തന്നെ പറയുന്നു. ഇലക്ഷന് മുമ്പ് സുപ്രീം കോടതിയിൽ വാദം, ഏപ്രിൽ 7 തുടക്കം, കക്ഷികൾ മാർച്ച് 14 വാദം എഴുതി നൽകണം. വിശ്വാസികൾക്കൊപ്പം എന്ന് നിയമമന്ത്രി രാജീവ് രണ്ടും കൂടി പിടിക്കുകയാണ്. അതിന് ഇംഗ്ലീഷ് പത്രത്തിൽ തലക്കെട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി. എന്തായാലും ഇതിൽ മറ്റൊന്ന്, 260 കോടിയുടെ ആനക്കൊമ്പ് സർക്കാർ കത്തിക്കണം. MH വിഷ്ണുവിൻ്റെ ബൈലൈൻ സ്റ്റോറിയാണ് കേരള കൗമുദിയുടെ. അതിന് കാരണം ചരിഞ്ഞ ആനകളിൽ നിന്ന് ശേഖരിച്ചതും കേസുകളിൽ പിടിച്ചെടുത്തതുമായ വനം വകുപ്പിൻ്റെ കൈവശം 13 ടണ്ണിലേറെ ആനക്കൊമ്പുണ്ട്. 260 കോടിയിലേറെ വിപണി മൂല്യമുള്ള ഇവ വിൽക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കത്തിക്കണമെന്നാണ് 23 നിയമപ്രകാരം കത്തിച്ച് നശിപ്പിക്കണമെന്നാണ് പരിസ്ഥിതി വനം മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. ആന ചരിഞ്ഞാൽ കൊമ്പ് സർക്കാരിനാണ്, അതാണ് ചട്ടം. പ്രതിവർഷം 60-ലേറെ ആനകൾ ചരിയുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ആനക്കൊമ്പുകൾ കത്തിച്ച് നശിപ്പിച്ചിട്ടില്ല. ഇതിനെ പരസ്യമായി മന്ത്രി AK ശശീന്ദ്രൻ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അത് മറ്റൊരു വിവാദത്തിലേക്ക് പോവാണ്. ഒപ്പം തന്നെ ആ ചിത്രവും കൊടുത്തിട്ടുണ്ട് കേരള കൗമുദി. ഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീൽ ചെയറിലിരിക്കുന്ന കാന്തപുരം മുസ്ലിയാരോട് കുശലാന്വേഷണം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈപിടിച്ച് നടത്തുന്ന ആ ചിത്രം കേരള കൗമുദിയും പ്രാധാന്യത്തോടു കൂടി തന്നെ ഹിന്ദുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് മംഗളപത്രം അത് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, വിവാഹത്തിന് മുമ്പ് ആരും ആരെയും വിശ്വസിക്കരുത് എന്ന ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. വിവാഹപൂർവ്വ ശാരീരിക ബന്ധങ്ങൾക്കെതിരെ കർശന നിരീക്ഷണങ്ങളുമായി സുപ്രീം കോടതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവെയാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങൾ. വിവാഹിതനായ വ്യക്തി മറ്റൊരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് കേസ്. ഇതിൽ ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാരൻറ്റിങ് കെയർ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഇന്നലെ അത് വലിയ വിവാദമാക്കിയും ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇടപെടാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. റൈറ്റ്. ഇനി പെട്ടെന്ന് ഹിന്ദുവിലേക്കൊന്ന് പോവാണ്. ഹിന്ദുവിൽ 3-ാം പേജിൽ CM ഫ്ലാഗ്സ് ഓഫ് 146 പോലീസ് വെഹിക്കിൾസ് എന്നുള്ള വാർത്തയാണ്. സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളുകളും മോട്ടോർ സൈക്കിളും അടക്കം പുതുതായി സംസ്ഥാന പോലീസിന് കരുത്ത് നൽകാനെത്തുന്ന പെട്രോളിങ്ങും ഹൈവേ പോലീസ് പെട്രോളിങ്ങും ഹില്ലി ടെറൈൻസ്, കുന്നിൻ മുകളിലും മലമുകളിലും ഓഫ് റോഡിലും ഒക്കെ സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള SUVയും മോട്ടോർ ബൈക്കും ഒക്കെ ആണ്. പല പോലീസ് വാഹനങ്ങൾക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന വാർത്ത നേരത്തെ ജൻ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും പൊല്യൂഷനൊക്കെ ഉള്ള ചില വാർത്തകൾ, ചില വണ്ടികളാണ് ഇനി ഇറങ്ങുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹിന്ദുവിലുള്ളത് നമ്മുടെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ പിന്നാലെ ക്യാൻ ഇന്ത്യ ഓവർടേക്ക് ബംഗ്ലാദേശ് ഇൻ യൂറോപ്യൻ യൂണിയൻ ടെക്സ്റ്റൈൽ എക്സ്പോർട്സ്. നമ്മുടെ ഏറ്റവും വലിയ മത്സരം ബംഗ്ലാദേശുമായിരുന്നു. അതിന് ഇപ്പോൾ പുതിയ സാഹചര്യം. ഒന്ന്, നമ്മൾ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കരാറാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ വിശദാംശങ്ങൾ വളരെ വിശദമായി തന്നെ നൽകുകയും ചർച്ച നടത്തുകയും ചെയ്തതാണ്. ബംഗ്ലാദേശിനോട് നമ്മുടെ പിടി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നൊരു കാലം. ഇപ്പോൾ 2 പുതിയ ഡെവലപ്മെൻറ്റ്സ്. ഒന്ന്, ഭാരതത്തിൻ്റെ പുതിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. 2, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്നുള്ള പരിഗണന ബംഗ്ലാദേശിനുണ്ടായിരുന്നു. വിവിധ കാരണങ്ങളാൽ അത് നഷ്ടപ്പെടുകയാണ് ബംഗ്ലാദേശിന്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ വിശദമായി ടീഷർട്ട്, ജേഴ്സി, മെൻസ് സ്യൂട്ട്സ്, വിമൻസ് സ്യൂട്ട്സ്, മെൻസ് ഷർട്ട്സ്, ഇങ്ങനെ പലതിൻ്റെയും പട്ടിക നൽകിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ടൈംസിലേക്ക് കൂടി ഒന്ന് പോയിട്ട് പോകാം. NSS SNDP ഫേം അഗൻസ്റ്റ് ശബരി വിമൻ എൻട്രി ഒരിക്കൽ കൂടി വളരെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജീവ് സേസ് ഗവൺമെൻറ് പൊസിഷൻ അഫിഡവിറ്റ് ബിഫോർ സുപ്രീം കോർട്ട് വാസ് ഫെയ്ത്ത് ആൻഡ് റിഫോം മസ്റ്റ് ഗോ ടുഗദർ. ഇത് എങ്ങനെ എന്ന് രാജീവ് തന്നെ ഒന്നുകൂടി വിശദീകരിക്കട്ടെ. വിശ്വാസവും പരിഷ്കാരവും കൂടി ഒന്നിച്ച് പോകാം. പരിഷ്കാരത്തിൻ്റെ പേരിൽ വിശ്വാസത്തിന്മേൽ കയറി പിടിക്കാറുണ്ട്. എന്തായാലും സമയപരിമിതി മൂലം ഇപ്പോൾ വരികൾക്കിടയിൽ ഇവിടെ നിർത്തുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, പ്രക്ഷേപണം സംപ്രേഷണം തുടരുന്നു. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനുമില്ലാത്ത ഒരു കഴിവുണ്ട്. അത് സ്വയം അഗ്നി പോലെയാണ്, സ്വയം ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ സംസ്കാരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രതീക്ഷയും വിശ്വാസമാണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്, ഈ ലോകത്തിനെയും മുന്നോട്ട് നയിക്കുന്നത്.